വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പരപ്പ വരെ പോകാമെന്ന് കരുതി. കാരണം കുറച്ച് മീനൊക്കെ വാങ്ങണം, കറി വെക്കാനൊന്നും ഇല്ല കേട്ടോ. ഇയാളെ കണ്ടോ, കുറച്ച് ദിവസമായിട്ട് ഇവിടെ വന്ന് കൂടിയൊരു നായാണ്. പോകുന്നേ ഇല്ല, കുറേ പ്രാവശ്യം പറഞ്ഞു വിടാൻ നോക്കി പോകുന്നേ ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഇവിടെ തന്നെയാണ് താമസം. അപ്പോൾ സ്കൂട്ടിയിലാണ് ഞാനും വേണ്ടിയും കൂടി പോകുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ സ്കൂട്ടിയിൽ പോകാൻ വേണ്ടിയിട്ട്. 2 പ്രാവശ്യം ആക്സിഡൻ്റ് ആയ പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പരപ്പ വരെ പോകുന്നതല്ലേ എന്ന് കരുതിയിട്ട് ഞാനത് എടുക്കാതെ കരുതിയത്. ആളിവിടെ വാലാട്ടിക്കൊണ്ട് ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റോഡിനെ കുറിച്ച് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നീലേശ്വരം പരപ്പ റോഡാണ്, നെല്ലിയടുക്ക റൂട്ടാണ് കേട്ടോ. ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്ന മെയിൻ റോഡ് തന്നെയാണ്. കാഞ്ഞങ്ങാട് നിന്നും നെല്ലിയടുക്കം വഴി പരപ്പയിലോട്ട് പോകുന്ന എല്ലാ ബസ്സുകളും ഇതിലൂടെ തന്നെയാണ് കേട്ടോ പോകാറുള്ളത്. അങ്ങനെ ഞങ്ങൾ പരപ്പയിലെത്തി. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ടൗൺ പരപ്പയാണ് കേട്ടോ. പിന്നെ അടുക്കുണ്ട്. നമ്മൾ കൂടുതലും വരുന്ന പരപ്പയിലോട്ടാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണിക്ക് പുസ്തകമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിക്ക് പുസ്തകമൊക്കെ വാങ്ങിക്കൊടുത്തു. മീൻ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഞാൻ സ്ഥിരം വാങ്ങുന്ന സ്ഥലത്ത് മീനൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു സ്റ്റാളിൽ പോയിട്ട് മീൻ നോക്കുകയാണ് കേട്ടോ. അവിടെയാണെങ്കിൽ ഞാൻ കഴിക്കുന്ന മീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ രാത്രി വാങ്ങിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല പണിയാവും എനിക്ക്. അതുകൊണ്ട് വേണോ വേണ്ടയോ എന്ന് പറഞ്ഞൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ അച്ഛനെ വിളിച്ച് ചോദിക്കുകയാണ്, ഇന്ന മീനുണ്ടെന്ന്. പിന്നെ അച്ഛൻ എല്ലാ മീനും കഴിക്കാൻ വേണ്ടി പറ്റില്ല. അച്ഛന് ചില മീൻ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ആലോചിക്കാനൊന്നും ഇല്ല, കാരണം മീനില്ലാതെ വീട്ടിൽ പോയാൽ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തൽക്കാലം ഒരു മീൻ വാങ്ങിയിട്ട് ഞാൻ വീട്ടിലോട്ട് പോകാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ ദിയ സൈനിങ് ഓഫ്.